സൗദിയിൽ 8 ഉയർന്ന തസ്തികകളിലേക്ക് മതിയായ സ്വദേശി ജീവനക്കാരില്ലാത്തതിനാൽ വിദേശികൾക്ക് വിസ അനുവദിക്കുമെന്ന് തൊഴിൽ സാമൂഹിക മന്ത്രാലയം. എഞ്ചിനീയറിംഗ്, മെഡിസിൻ, IT, നഴ്സിംഗ്, അക്കൗണ്ടിംഗ് വിഭാഗങ്ങളിലേക്കാണ് നിയമനങ്ങൾ. ഇന്ത്യക്കാരടക്കമുള്ള നിരവധി വിദേശികൾക്ക് പുതിയ നീക്കം ആശ്വാസകരമാകും. യോഗ്യരായ സ്വദേശികൾക്ക് ഉയർന്ന തസ്തികയിൽ തൊഴിൽ നൽകുന്നതിനുള്ള പദ്ധതികൾ മന്ത്രാലയം നേരത്തെ ആരംഭിച്ചിരുന്നു. യോഗ്യരായ സൗദികളുടെ അഭാവം നേരിടുന്ന തസ്തികകളിൽ സൗദിവൽക്കരണം പ്രയാസകരമാണെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പുതിയ മാറ്റം. ഇതിനെ തുടർന്നാണ് എഞ്ചിനീയറിംഗ്, മെഡിസിൻ, IT, നഴ്സിംഗ്, ഫാർമസി, മെഡിക്കൽ ടെക്നോളജി, അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസിംഗ് തുടങ്ങി 8 തസ്തികകളിലേക്ക് കോമ്പൻസേറ്ററി വിസ അനുവദിക്കാൻ മന്ത്രാലയം തീരുമാനിച്ചത്. സ്വകാര്യ മേഖലയിൽ പ്ലാറ്റിനം, കടുംപച്ച വിഭാഗങ്ങളിലുള്ള സ്ഥാപനങ്ങൾക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക. ഈ വിഭാഗങ്ങളിൽപ്പെടുന്ന സ്ഥാപനങ്ങളുടെ സുഖകരമായ പ്രവർത്തനം ഇതിലൂടെ ഉറപ്പുവരുത്തുകയാണ് മന്ത്രാലയം. കമ്പനികളിൽ നിന്ന് ഫൈനൽ എക്സിറ്റിൽ പോയ തൊഴിലാളിക്ക് പകരമായിട്ടാണ് വിസ അനുവദിക്കുക. മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് സേവനങ്ങൾ വഴി വിസ നേരിട്ട് തന്നെ എളുപ്പത്തിൽ ലഭിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1. സൗദി കിഴക്കൻ പ്രവിശ്യയിൽ ലഹരി മാഫിയയ്ക്കെതിരായ പരിശോധനയിൽ മലയാളികളടക്കം 50-ലേറെ പേർ പിടിയിൽ. ഇതോടെ സമാന കേസുകളിൽ ജയിലിലായ ഇന്ത്യക്കാരുടെ എണ്ണം 150 കവിഞ്ഞു. ലഹരി കേസുകളിലാണ് ഈ നടപടി. ദമാം, ജുബൈൽ, കതീഫ് ഭാഗങ്ങളിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘങ്ങളായാണ് ഇവരുടെ പ്രവർത്തനം. ഇതിൽ 16 പേർ മലയാളികളാണ്. പ്രവിശ്യയിലെ തൊഴിലാളി ക്യാമ്പുകൾ, കമ്മ്യൂണിറ്റി സ്കൂളുകൾ, ആളൊഴിഞ്ഞ ഗല്ലികൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടന്നത്. അസംസ്കൃത വസ്തുക്കൾ സംഘടിപ്പിച്ച് സ്വയം ഉണ്ടാക്കിയാണ് മദ്യവിൽപ്പന. മയക്കുമരുന്ന് രാജ്യത്ത് എത്തിക്കുന്നത് ഇതര രാജ്യങ്ങളിൽ നിന്നാണ്. ലഹരി വസ്തുക്കൾക്കെതിരെ വധശിക്ഷ ഉൾപ്പെടെ ശക്തമായ നിയമം നിലനിൽക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ഇതവഗണിച്ച് നടത്തുന്ന മയക്കുമരുന്ന് കച്ചവടത്തെ രാജ്യം വെച്ചുപൊറുപ്പിക്കില്ല. പ്രവിശ്യയിലെ ജയിലുകളിൽ ഇന്ത്യൻ എംബസി അധികൃതരുടെ നേതൃത്വത്തിൽ നടത്തിയ കണക്കെടുപ്പിൽ 100-ലേറെ ഇന്ത്യക്കാർ നേരത്തെ ഇത്തരം കേസുകളിൽ കഴിയുന്നതായി കണ്ടെത്തിയിരുന്നു. ദമാം ഇന്ത്യൻ സ്കൂൾ പരിസരം കേന്ദ്രീകരിച്ചും ഇത്തരം ലോബികൾ പ്രവർത്തിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായി സ്കൂൾ അധികൃതർ തന്നെ രക്ഷിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മീഡിയ 1, ദമാം. മലയാളികൾ ഉൾപ്പെട്ട 3000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് കേസിൽ തട്ടിപ്പിനിരയായ ബാങ്ക് അധികൃതർ കൊച്ചി സെൻട്രൽ പോലീസിൽ പരാതി നൽകി. കേസിന്റെ തുടരന്വേഷണം CBI ഏറ്റെടുക്കണമെന്ന ആവശ്യവും UAE ബാങ്കുകൾ ഉന്നയിച്ചു. മലയാളികൾക്ക് പുറമെ ഇതര സംസ്ഥാനത്തു നിന്നുള്ളവരും കേസിൽ ഉൾപ്പെട്ട സാഹചര്യത്തിലാണ് ദേശീയ ഏജൻസി അന്വേഷണം നടത്തണമെന്ന ആവശ്യം ബാങ്കുകൾ മുന്നോട്ടുവച്ചത്. വായ്പാ തട്ടിപ്പ് കേസിലെ പരാതിക്കാരായ നാഷണൽ ബാങ്ക് ഓഫ് റാസ് അൽ ഖൈമയുടെ 2 പ്രതിനിധികൾ ഇന്ന് രാവിലെയാണ് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയത്. ബിസിനസ് തുടങ്ങാനെന്ന പേരിൽ UAE ബാങ്കുകളിൽ നിന്ന് വായ്പകൾ തരപ്പെടുത്തുകയും പിന്നീട് തിരിച്ചടയ്ക്കാതെ കബളിപ്പിക്കുകയും ചെയ്ത 46 കമ്പനികൾക്കെതിരെ 2017-ലാണ് കൊച്ചി ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചത്. UAE-ലെ വിവിധ ബാങ്കുകളിൽ നിന്നായി ഇന്ത്യക്കാർ 2000 കോടി രൂപയുടെ വായ്പയെടുത്ത് കടന്നു കളഞ്ഞുവെന്നാണ് കണക്കാക്കുന്നത്. റാക് ബാങ്കിൻ്റെ 2 മാനേജർമാരാണ് വന്നിരിക്കുന്നത്. റാക് ബാങ്കിൻ്റെ മാനേജർമാർ ഇവിടെ നമ്മൾ 2018 ഫയൽ ചെയ്ത കേസുകളിൽ അവരുടെ മൊഴി കൊടുക്കാനായിട്ടും കുറേ എവിഡൻസുകളുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ ആ എവിഡൻസുകളിൽ ഇവർ വ്യാജരേഖകൾ ചമച്ചതിൻ്റെയും തട്ടിപ്പ് നടത്തിയതിൻ്റെയും കമ്പനി ക്ലോസ് ചെയ്തിട്ട് മുങ്ങിയതിൻ്റെയൊക്കെ കുറേ രേഖകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. പരാതിക്കാരായ UAE-ലെ നാഷണൽ ബാങ്ക് ഓഫ് റാസ് അൽ ഖൈമ, നാഷണൽ ബാങ്ക് ഓഫ് ഫുജൈറ, അറബ് ബാങ്ക് എന്നീ 3 ബാങ്കുകൾക്കാണ് തട്ടിപ്പിലൂടെ പണം നഷ്ടമായത്. അന്വേഷണം നേരിടുന്ന മലയാളികൾ 24 പേർ മാത്രമാണെങ്കിലും രാജ്യത്താകെ 500ഓളം പേർ തട്ടിപ്പിൽ പ്രതികളായിട്ടുണ്ടെന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ കേസിന്റെ കാര്യക്ഷമമായ അന്വേഷണത്തിന് ദേശീയ ഏജൻസി കേസ് ഏറ്റെടുക്കണമെന്നാണ് ബാങ്കുകളുടെ ആവശ്യം. എന്നാൽ റാസ് അൽ ഖൈമയിലെ ബാങ്കിൽ നിന്ന് 147 കോടി രൂപ വായ്പയെടുത്ത് മുങ്ങിയ 84 കമ്പനി ഉടമകളോട് നാളെ ഒത്തുതീർപ്പിന് ഹാജരാകാൻ കേരള ലീഗൽ സർവീസ് അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. ലെവിൻ കെ വിജയൻ, മീഡിയ 1, കൊച്ചി. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റ് ആഞ്ഞുവീശി. ഇന്ന് ഉച്ചയോടെ കിഴക്കൻ പ്രവിശ്യയിൽ ആരംഭിച്ച പൊടിക്കാറ്റ് ജനജീവിതത്തെ ദുസ്സഹമാക്കി. റോഡുകളിൽ അപകട സാധ്യത കൂടുതലായിരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. പ്രവിശ്യയിലെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റാണ് അനുഭവപ്പെടുന്നത്. ദമാം, അൽക്കോബാർ, ജുബൈൽ, ഉഫൂഫ്, അഫർ അൽ ബാത്തിൻ, നാരിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ പൊടിക്കാറ്റ് ആഞ്ഞുവീശി. കാറ്റ് ശക്തമായതോടെ സ്കൂളുകളും കോളേജുകളും നേരത്തെ വിട്ടു. വീശിയടിച്ച പൊടിക്കാറ്റിൽ കാഴ്ച തടസ്സപ്പെട്ട് പലയിടത്തും വാഹനങ്ങളിടിച്ചു. പുറം തൊഴിൽ ചെയ്യുന്നവരെയും യാത്രക്കാരെയുമാണ് കാറ്റേറെ വലച്ചത്. വാഹനം ഓടിക്കുന്നവർ കൃത്യമായ അകലം പാലിച്ചും സുരക്ഷ ഉറപ്പാക്കിയും മാത്രമേ ഡ്രൈവ് ചെയ്യാവൂ എന്ന് ട്രാഫിക്, സിവിൽ ഡിഫൻസ് അധികൃതരും നിർദ്ദേശിച്ചു. കാറ്റിന് പിന്നാലെ വരും ദിവസങ്ങളിൽ തണുപ്പേറും. റിയാദിലും പൊടിക്കാറ്റ് വീശുന്നുണ്ട്. മീഡിയ 1, ദമാം. ബഹ്റൈന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് കനത്ത പൊടിക്കാറ്റ് അനുഭവപ്പെട്ടത് സാധാരണ ജനജീവിതത്തെ ബാധിച്ചു. റോഡുകളിൽ വാഹനം ഓടിക്കാനും
ബുദ്ധിമുട്ടുണ്ടായി. ഇന്നലെ കാലത്ത് മുതലാണ് രാജ്യത്ത് പൊടിക്കാറ്റ് ആരംഭിച്ചത്. റോഡിൽ കാഴ്ച വളരെ കുറവായിരിക്കുന്നതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് ഗതാഗത മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കനത്ത പൊടിക്കാറ്റ് വിമാന സർവീസിനെയും ബാധിച്ചിട്ടുണ്ട്. കുവൈത്ത് തൊഴിൽ സാമൂഹ്യകാര്യ മന്ത്രാലയം ജീവനക്കാരുടെ ജോലി സമയം പുനഃക്രമീകരിക്കുന്നു. അടുത്ത ഞായറാഴ്ച മുതൽ രാവിലെ 8 മുതൽ വൈകിട്ട് 3 വരെയാകും പ്രവൃത്തി സമയം. തൊഴിൽ സാമൂഹ്യകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഹനാൻ ഹാജിരിയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. സിവിൽ സർവീസ് കമ്മീഷൻ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇറക്കിയ ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സമയം മാറ്റുന്നത്. ജനുവരി 19 ഞായറാഴ്ച മുതൽ രാജ്യത്തുടനീളമുള്ള ഷൂൺ ഓഫീസുകൾ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 3 മണി വരെ തുറന്നു പ്രവർത്തിക്കും. ഇതോടെ ജീവനക്കാരുടെ ജോലി സമയം 7 മണിക്കൂറായി വർദ്ധിക്കും. ജീവനക്കാർ 7 മണിക്കൂർ കൃത്യതയോടെ ജോലി ചെയ്യണമെന്നും ജോലി മികവ് അവരുടെ ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളിൽ പ്രതിഫലിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിന് കീഴിലെ എല്ലാ ഓഫീസുകൾക്കും ഇത് സംബന്ധിച്ച സർക്കുലർ അയച്ചതായി ഹനാൻ അൽ ഹാജിരി വെളിപ്പെടുത്തി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിലെ അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റിൽ സൈക്കിൾ യാത്രക്കാർക്കായി പ്രത്യേക ലൈൻ നിർമ്മിക്കണമെന്ന നിർദ്ദേശം പാർലമെന്റ് അംഗം ഒസാമ അൽ ഷഹീനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. രാജ്യത്ത് സൈക്കിൾ സവാരി ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒസാമ അൽ ഷഹീൻ MP പബ്ലിക് അതോറിറ്റി ഫോർ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ അധികൃതർക്ക് മുന്നിൽ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. തണുപ്പുകാലത്ത് നിരത്തുകളിൽ സൈക്കിൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടുതലാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. കടലോരപാതയായ അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റിലും സമാനമായ മറ്റു നിരത്തുകളിലും ബൈസിക്കിൾ ട്രാക്ക് നിർമ്മിച്ചാൽ സൈക്കിൾ സവാരിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് പരമാവധി 2 മീറ്റർ വീതിയിലുള്ള സൈക്കിൾ ട്രാക്കാണ് നിർദ്ദേശത്തിലുള്ളത്. ബീച്ചുകളോടനുബന്ധിച്ച് സൈക്ലിംഗ് ട്രാക്കുകൾ പണിയാൻ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റിക്ക് പദ്ധതിയുണ്ട്. എന്നാൽ കാൽനടയാത്രക്കാരും കുടുംബങ്ങളും കുട്ടികളുമൊക്കെയായി കടലോരങ്ങളിൽ തിരക്ക് കൂടുതലാണ്. ഇത് പരിഗണിച്ചുകൂടിയാണ് ഗൾഫ് റോഡ് ഉൾപ്പെടെയുള്ള നിരത്തുകളിൽ ബൈസിക്കിൾ ട്രാക്ക് വേണമെന്ന് നിർദ്ദേശിച്ചതെന്നും ഒസാമ അൽ ഷഹീൻ പറഞ്ഞു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഗൾഫ് മാധ്യമം ഒരുക്കുന്ന വിദ്യാഭ്യാസ കരിയർ മേള എജു കഫേക്കായി റിയാദ് ഒരുങ്ങി. ശനി ഞായർ ദിവസങ്ങളിലാണ് മേള. റിയാദ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളാണ് വേദി. വിവിധ സ്കൂളുകളിലെ 3000-ലധികം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കും. വിദ്യാഭ്യാസവും ഭാവിയും സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കുള്ള വഴികാട്ടിയാണ് എജു കഫേ. മേളയിൽ 8 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. ഒപ്പം രക്ഷിതാക്കൾക്കും പ്രവേശനമുണ്ട്. സൗജന്യമാണ് പ്രവേശനം. കൊച്ചി മെട്രോ MD ഡോക്ടർ APM മുഹമ്മദ് അനീഷ് IAS, ഷാർജ ഇസ്ലാമിക് ബാങ്ക് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സംഗീത് ഇബ്രാഹിം, ഡോക്ടർ സാറ അൽ ഷരീഫ്, മെന്റലിസ്റ്റ് ആദി ആദർശ് എന്നിവർ മേളയിലെ പ്രധാന സെഷനുകൾ കൈകാര്യം ചെയ്യും. ഒപ്പം വിവിധ കരിയർ സെഷനുകളും വിദേശ സർവകലാശാലകളുടെ ടെന്റുകളും ഉണ്ടാകും. റിയാദ് എജു കഫേയുടെ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. ഏകദേശം 3000-ഓളം കുട്ടികൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇത് തികച്ചും റിയാദിന് പുതിയൊരു അനുഭവമായിരിക്കും എജു കഫേ നൽകുക എല്ലാവർക്കും. പ്രവേശനം സൗജന്യമാണെങ്കിലും രക്ഷിതാക്കളും കുട്ടികളും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളുണ്ട്. www.click4m.com എന്ന വെബ്സൈറ്റ് വഴിയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത്. ഇന്ത്യൻ എംബസി സഹകരണത്തോടെ നടത്തുന്ന മേള DCM സുഹൈൽ അജാസ് ഖാനാണ് ഉദ്ഘാടനം ചെയ്യുക. മീഡിയ 1 റിയാദ്. ചേന്നമംഗലൂർ ഇസ്ലാഹിയ അസോസിയേഷന് കീഴിലെ സ്ഥാപനങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നാളെ അജ്മാനിൽ നടക്കും. അജ്മാനിലെ ഹാബിറ്റാറ്റ് സ്കൂളിൽ നടക്കുന്ന സംഗമം മാധ്യമം മീഡിയ 1 ഗ്രൂപ്പ് എഡിറ്റർ O അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ഷഹീദ് റമദാൻ, KCC ഹുസൈൻ, T അബ്ദുള്ള, K സുബൈദ തുടങ്ങിയവർ പങ്കെടുക്കും. ദുബായ് വിമാനത്താവളത്തിലെത്തിയ അതിഥികൾക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ സ്വീകരണം നൽകി. കലാലയം സാംസ്കാരിക വേദിയുടെ UAE ദേശീയതല സാഹിത്യോത്സവം നാളെ അജ്മാനിൽ നടക്കും. വുഡ്ലെ സ്കൂളിൽ നടക്കുന്ന മേളയിൽ 54 ഇനങ്ങളിലായി 738 പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. UAEയിലെ യൂണിറ്റ് തലത്തിലും സെക്ടർ തലത്തിലും നടന്ന മത്സരങ്ങളിൽ ജേതാക്കളായവരാണ് ദേശീയ തലത്തിൽ മത്സരിക്കുക. സാംസ്കാരികോത്സവം, കവിയരങ്ങ്, എജ്യുഫെസ്റ്റ് എന്നിവയും ഇതോടൊപ്പം നടക്കും. വിദേശത്തു നിന്നും നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന പ്രവാസികൾക്ക് സർക്കാർ നൽകുന്ന സഹായം അവർ വീണ്ടും പ്രവാസിയാകുകയാണെങ്കിൽ തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥ എടുത്തുകളയണമെന്ന് MK രാഘവൻ MP. ജിദ്ദയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയർ ഇന്ത്യ ജിദ്ദ കോഴിക്കോട് നേരിട്ടുള്ള സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് എയർലൈൻസ് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും MP വ്യക്തമാക്കി. ഈ വെൽഫെയർ ഫണ്ടിൽ നിന്ന് എക്സിറ്റ് അടിച്ചു പോകുന്നവർക്ക് കൊടുക്കുന്ന ഒരു മണിയുണ്ട്. പക്ഷെ അത് പാസ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നു. ഇവർക്ക് ഏതെങ്കിലും കാലത്ത് തിരിച്ച് വിദേശത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈ പണം തിരിച്ചടച്ചാൽ മാത്രമേ പോകാൻ സാധിക്കൂ.
അപ്പം അത് നിർബന്ധമായും കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് അത് ഒഴിവാക്കണം എന്നാണ് ഒരു ആവശ്യം. വിദേശത്ത് മരിക്കുന്ന പ്രവാസികളുടെ മൃതദേഹം സർക്കാർ ചെലവിൽ നാട്ടിലെത്തിക്കാനുള്ള സംവിധാനം നടപ്പാക്കണമെന്നും ഈ ആവശ്യങ്ങൾ അടുത്ത ലോക്സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നും MK രാഘവൻ MP അറിയിച്ചു. കോഴിക്കോട് വിമാനത്താവളത്തിലും ഇന്ധന നികുതി കുറക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണൂർ കൊടുത്ത ആനുകൂല്യം കോഴിക്കോടും കൊടുക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. കോഴിക്കോടും മലപ്പുറം പാലക്കാട് ജില്ലകളിലെ ജനപ്രതിനിധികൾ കൂടി ഇക്കാര്യത്തിൽ രംഗത്തിറങ്ങണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രിമാരോട് സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെടും എന്നാണ് എന്റെ വിശ്വാസം. ഒരു നിഗൂഢ ശക്തി കോഴിക്കോട് വിമാനത്താവളത്തിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എവിടെയോ ഒരു ഫൗൾ പ്ലേ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂരും കൊച്ചി എന്ന് പറയുന്നത് സ്വകാര്യ മേഖല ഉൾപ്പെടെയുള്ള സ്ഥാപനമാണ്. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇത് പൊതുമേഖല സ്ഥാപനം നിലക്ക് അത് അത്ര മതി എന്ന നിലക്കുള്ള ഒരു സമീപനമാണോ സംശയിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഇപ്രാവശ്യത്തെ ഹജ്ജ് വിമാനം കോഴിക്കോട് നിന്ന് തന്നെ വേണം എന്നാണ് തന്റെ അഭിപ്രായമെന്നും വിമാനത്താവളത്തെ തകർക്കാനുള്ള ഏതു ശ്രമങ്ങൾക്കെതിരെയും ശക്തമായ നിലപാട് തുടർന്നും സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഗഫൂർ കൊണ്ടോട്ടിക്കൊപ്പം സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. കോടതി വിധിയിലൂടെ ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെട്ടുവെന്ന് MA റസാഖ് ജിദ്ദയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ജയത്തേക്കാൾ സന്തോഷം തോന്നുന്നത് കോടതി വിധിയിലാണ്. സത്യത്തിന്റെയും നീതിയുടെയും വിജയമാണെന്നും വിധി ദൈവനിശ്ചയമാണെന്നും അദ്ദേഹം പറഞ്ഞു. 40 വർഷമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന തന്നെക്കുറിച്ച് അസത്യമായ കാര്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം 2 വോട്ടർമാർ നടത്തിയ നിയമ പോരാട്ടമാണ് ഈ വിജയം നേടിത്തന്നത്. ഇത് സത്യത്തിന്റെയും നീതിയുടെയും വിജയമാണ്. വോട്ടർമാരായ 2 പേർ ഇത് കോടതിയിൽ ഹൈക്കോടതി മുമ്പാകെ കൊണ്ടുവന്നു. അപ്പോൾ ഹൈക്കോടതിയുടെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചു. അതിന് തെളിവുകൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലുള്ള വിധിയാണ്. ആ വിധി ഒരു സത്യത്തിന്റെ വിജയമാണ്. കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തു. അത് അവരുടെ അവകാശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2 ദിവസം കഴിഞ്ഞാൽ വിരമിക്കുന്ന ജഡ്ജിയുടെ വിധി പ്രസ്താവം വാർത്ത സൃഷ്ടിക്കുവാനാണെന്ന റസാഖ് കാരാട്ടിന്റെ പ്രതികരണത്തോട് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചു. ജുഡീഷ്യറിയെ നമ്മൾ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ ഒരു കീഴ്വഴക്കല്ലാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ ജുഡീഷ്യറിയെ നമ്മൾ ഏവരും ബഹുമാനിക്കുന്ന ഒരു കാര്യമാണ്. സാദിഖ് അലി തുവൂരിനോടൊപ്പം ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. അബുദാബിയിൽ ശമ്പളം ലഭിച്ചില്ലെന്ന പേരിൽ കോഴിക്കോട് ഈസ്റ്റ് മലയമ്മയിൽ പ്രവാസിയുടെ വീടിന് മുന്നിൽ ചിലർ സമരത്തിനെത്തിയ സംഭവം നാടകമാണെന്ന് ആരോപണ വിധേയനായ ഹാരിസിന്റെ വിശദീകരണം. താൻ സ്റ്റാർ 1 എന്ന സ്ഥാപനത്തിന്റെ ഉടമയല്ല. സമരത്തിനെത്തിയവർക്ക് ശമ്പളം നൽകാനുമില്ലെന്ന് ഹാരിസ് വ്യക്തമാക്കി. വർഷങ്ങളായി ശമ്പളം ലഭിക്കുന്നില്ല എന്നാരോപിച്ചാണ് 22 പേർ ഹാരിസിന്റെ വീടിന് മുന്നിൽ സമരത്തിനെത്തിയത്. ഇത് എതിർത്തതോടെ സംഘർഷവും ഉടലെടുത്തു. എന്നാൽ കമ്പനിയുടെ പാർട്ണറായ വയനാട് സ്വദേശി ആസൂത്രണം ചെയ്ത നാടകമാണിതെന്ന് ഹാരിസ് പറയുന്നു. താൻ സ്ഥാപനത്തിന്റെ പാർട്ണറല്ല, PRO സേവനം നൽകുന്ന വ്യക്തി മാത്രമാണ്. കമ്പനിയുടെ മലയാളി പാർട്ണർക്കെതിരെ താൻ അബുദാബി കോടതിയിൽ പരാതി നൽകിയതിന്റെയും മറ്റും വ്യക്തിവൈരാഗ്യമാണ് ഈ സംഭവത്തിന് പിന്നിൽ. മിനിസ്ട്രി ഓഫ് ലേബറിന്റെ സിസ്റ്റത്തിൽ ഈ എല്ലാ ഡീറ്റെയിൽസുകളും ഉണ്ട്. പാർട്ണറുടെ വീട്ടിലേക്കെന്നാണ് അവർ പറഞ്ഞത്. ഈ ഷൈബിൻ അഷ്റഫിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളുകളാണ് ഈ വന്നിരിക്കുന്ന എല്ലാവരും, ഇവൻ്റെ സുഹൃത്തുക്കളാണ്. ഇയാളുടെ വീട്ടിലേക്ക് ഒരു ദിവസം പോലും ഒരു മാർച്ചോ ധർണയോ നടത്താതെ ഇവർ എൻ്റെ വീട്ടിലേക്ക് മാത്രം ധർണ നടത്തിയത് എന്നെ തികച്ചും വ്യക്തിഹത്യ ചെയ്യുവാൻ വേണ്ടി മാത്രം ഇയാൾ ഉണ്ടാക്കിയ ഒരു നാടകമാണിത്. വയനാട്ടുകാർ മാത്രമാണ് സമരത്തിനുണ്ടായിരുന്നത്. തന്നെ സമൂഹ മധ്യത്തിൽ അപമാനിക്കാൻ ശ്രമിച്ചവർക്കെതിരെ ഗൾഫിലും നാട്ടിലും നിയമ നടപടി സ്വീകരിക്കുമെന്നും ഹാരിസ് പറഞ്ഞു. മീഡിയ 1, ദുബായ്. മാതാവ് ഉപേക്ഷിച്ചു പോയതിനെ തുടർന്ന് 2 കുരുന്നുകളുമായി അജ്മാനിലെ ലേബർ ക്യാമ്പിൽ ദുരിത ജീവിതം നയിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിയെ ഒടുവിൽ നാട്ടിലേക്ക് തിരിച്ചയച്ചു. കുട്ടികൾക്ക് ശ്രീലങ്കൻ പൗരത്വമായതിനാൽ മാസങ്ങൾ നീണ്ട നടപടികൾക്കൊടുവിലാണ് ഇവരെ ഇന്ന് വൈകുന്നേരം തൃശ്ശിനാപ്പള്ളിയിലേക്ക് വിമാനം കയറ്റിയത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കൈക്കുരുന്നുകളുമായുള്ള ബദറുദ്ദീന്റെ ലേബർ ക്യാമ്പിലെ ദുരിത ജീവിതം മീഡിയ 1 ലോകത്തെ അറിയിച്ചത്. വാർത്ത പുറത്തുവന്ന ഉടൻ അജ്മാനിലെ യൂത്ത് ഇന്ത്യ പ്രവർത്തകർ ബദറുദ്ദീനെയും കുട്ടികളെയും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ശ്രീലങ്കൻ പൗരത്വമുള്ള കുട്ടികൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ലഭിക്കാനുള്ള നടപടികൾ ഏറെ നീണ്ടു. കുട്ടികളുടെ രേഖകളെല്ലാം അമ്മ കൊണ്ടുപോയതിനാൽ ജനന സർട്ടിഫിക്കറ്റ് മുതൽ നടപടികൾ ആരംഭിക്കേണ്ടി വന്നു. നിരവധി പേരുടെ കനിവിലാണ് ഇവരുടെ മടക്കയാത്ര സാധ്യമാകുന്നത്. ഇന്ന് 6:45 അവർ കയറിപ്പോയി. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മളുടെ ഉദ്യോഗസ്ഥരാണെങ്കിലും നമ്മളുടെ ഇവിടുത്തെ ഗവൺമെൻറ് ആണെങ്കിലും നമ്മളെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തകരാണെങ്കിലും അസോസിയേഷൻ ആണെങ്കിലും. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളെ റിജക്റ്റ് ചെയ്തതും ആയിട്ടുള്ള തള്ളിക്കളഞ്ഞതുമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് ഊർജ്ജം നൽകിക്കൊണ്ട് ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് മുന്നോട്ട് നമ്മൾ തീർക്കാൻ പറ്റി. കൃത്യമായ യാത്രയപ്പാണ് കുട്ടികൾക്കും ബദറുദ്ദീനും സാമൂഹിക പ്രവർത്തകർ നൽകിയത്. ഇന്ന നാട്ടിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാനുള്ള കേസാണ് പുള്ളികൾ എത്തിയെടുത്തുന്നത്. എല്ലാത്തിനും നന്ദി. എല്ലാത്തിനും ഞാൻ ദുആ ചെയ്യാം.
ശ്രീലങ്കൻ പാസ്പോർട്ടുള്ള കുട്ടികളെ ഇന്ത്യൻ സന്ദർശക വിസയിലാണ് ബദറുദ്ദീൻ സ്വദേശമായ രാമേശ്വരത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇനി ഇന്ത്യയിലെത്തിയ ശേഷം ഇന്ത്യൻ പൗരത്വത്തിനായുള്ള ശ്രമങ്ങൾ തുടങ്ങണം. അനീസ് സ്വാഗതമാടിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, അജ്മാൻ.